നമുക്കെല്ലാവർക്കും നാം ജീവിക്കുന്ന രാജ്യങ്ങളുടെ പൗരത്വങ്ങളുണ്ട്. അത് നാം ജീവിക്കുകയും വസിക്കുകയും ചെയ്യുവാനുള്ള രാജ്യത്തിൻ്റെ അംഗീകാരവും നമുക്കുള്ള പദവിയുമാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല ഭക്തന്മാർക്കും ദൈവം തൻ്റെ രാജ്യത്തിൽ അംഗങ്ങളായി തീരുവാൻ അവകാശം നൽകിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അതെ, നമുക്കൊരു പൗരത്വമുണ്ട്. ആ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഈ പൗരത്വത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഇത് നമ്മളുടെ ആത്മീക അവസ്ഥയാണ്. ഭൗതികമായി നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ജീവിക്കുന്ന രാജ്യത്തിൻ്റെ അംഗങ്ങളാണ്. മറിച്ച് നമ്മുടെ ആത്മീകമാകുന്ന ജീവിതത്തിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതെ, ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ദൈവമക്കളായി ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും പൗരത്വം സ്വർഗത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ വളരെ വ്യക്തമായ ചില വാഗ്ദത്തങ്ങൾ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതെ, കർത്താവ് നമുക്ക് വേണ്ടി താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, ആർക്കാണ് ഈ പൗരത്വം നൽകുന്നത്? ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുന്നു. അതെ, ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെയും വിശ്വാസത്തിൻ്റെ ശോധനയുടെയും നടുവിൽ ജയിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ അവസരം ഒരുക്കി വച്ചിരിക്കുന്നത്. അതെ, അതെങ്ങനെയാണ് നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്നത്? അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തി, അഗതിയെ കുപ്പയിൽ നിന്നുയർത്തി പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. അതെ, നമ്മെ കുപ്പയിൽ നിന്നുയർത്തി പ്രഭുക്കന്മാരോടുകൂടെ, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ മഹിമാസനത്തിൽ ഇരുത്തത്തക്കവണ്ണം ജയിക്കുന്നവന് ദൈവം അവകാശം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അത് പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്കും മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.